പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഇന്ത്യൻ റെയിൽവേയുടെ ഈ എറണാകുളത്തുള്ള ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ അയ്യപ്പൻ്റെ ചിത്രവും വിളക്കും തിരിയുമെല്ലാം കത്തിക്കുമെങ്കിലും അവിടെ ഒരു വഞ്ചി വെച്ചിട്ടില്ല. അതാണ് ഇന്ത്യൻ റെയിൽവേയിലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമുള്ള ഒരു വ്യത്യാസം നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യൻ റെയിൽവേയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അത്തരത്തിൽ ചൂഷണം ചെയ്യാൻ തയ്യാറല്ല, ചൂഷണം ചെയ്യുന്നില്ല. അതാണ് നമുക്കിവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ അയ്യപ്പൻ്റെ ചിത്രം വെച്ചിട്ടുണ്ട്, വിളക്ക് വെച്ചിട്ടുണ്ട്, ഭക്തി നിർഭരമായിട്ട് അവർക്ക് പോകേണ്ട അറിവും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വഞ്ചി വെച്ച് ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതായത് അയ്യപ്പൻ്റെ 10 പൈസ ആര് കത്തിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടില്ല. അത് ഞാൻ വാക്കാറ്റ് പറയുന്ന, ദൈവത്തെ ഓർത്ത് പറയുന്ന, അയ്യപ്പനെ ഓർത്ത് പറയുന്ന ഇത് സത്യമാണ്. ആര് അയ്യപ്പൻ്റെ 10 പൈസ കട്ടിട്ടുണ്ടോ അവനൊന്നും ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. ഞാൻ നിൽക്കുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ്. ശബരിമലയിൽ പോകാൻ നിരവധി അയ്യപ്പ ഭക്തന്മാർ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. അവരാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അയ്യപ്പ ഭക്തർ വന്നിറങ്ങുന്ന ഒരു സ്റ്റേഷനാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. KSRTC ബസ് സ്റ്റാൻഡിലെല്ലാം അയ്യപ്പൻ്റെ ചിത്രം വെച്ചുകൊണ്ട് അതിൻ്റെ മുന്നിൽ ഒരു വഞ്ചി വെച്ചുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരെയും ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ളവരെയൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ട്. പലരും പറഞ്ഞു അതവിടെ വഞ്ചി വെച്ചിരിക്കുകയല്ലേ, മലയാളികൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കിൽ നിന്നും അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ വരുന്ന മറ്റ് അയ്യപ്പ ഭക്തന്മാർ അവരതൊന്നും നോക്കാറില്ല. അവർ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ളവർ തീർച്ചയായിട്ടും അതിൽ വഞ്ചിയിൽ അവരൊരു ദക്ഷിണ പോലെ പൈസകൾ നിക്ഷേപിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഇന്ത്യൻ റെയിൽവേയുടെ ഈ എറണാകുളത്തുള്ള ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ അയ്യപ്പൻ്റെ ചിത്രവും വിളക്കും തിരിയുമെല്ലാം കത്തിക്കുമെങ്കിലും അവിടെ ഒരു വഞ്ചി വെച്ചിട്ടില്ല. അതാണ് ഇന്ത്യൻ റെയിൽവേയിലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമുള്ള ഒരു വ്യത്യാസം നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അത് വെച്ചിട്ടില്ല. കാരണം ഭക്തജനായിട്ട് വരുന്നവർക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ പോകാൻ KSRTC ബസ് സ്റ്റാൻഡിൽ പമ്പ വരെയും എരുമേലി വരെയൊക്കെ പോകാനുള്ള ബസ് ചാർജ് എഴുതി വെക്കുകയും അവർക്ക് വേണ്ടതുപോലെ തമിഴിലും അതേപോലെ തെലുങ്കിലും ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ പമ്പയിലേക്കും എരുമേലിയിലേക്കും പോകാനുള്ള ബസ് ഫെയർ ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് പുറത്ത് വന്നാൽ 2 KSRTC ബസ്സും കിടപ്പുണ്ട്. ഓരോ ബസ് ഫുള്ളാകുന്നതനുസരിച്ച് പമ്പയിലേക്കും എരുമേലിയിലേക്കും അയ്യപ്പ ഭക്തന്മാരെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇവിടെ വെച്ചിരിക്കുന്ന അയ്യപ്പത്തിൻ്റെ ചിത്രമുള്ള അതിൻ്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നതിന് മുമ്പിൽ ഇവിടെ വഞ്ചി വെച്ചിട്ടില്ല. പക്ഷേ KSRTC സംസ്ഥാനം ഭരിക്കുന്ന കേരളത്തിലെ മിക്കവാറും ഉള്ള എല്ലാ KSRTC ബസ് സ്റ്റാൻഡിലും അയ്യപ്പ ഭക്തരൊക്കെ കബളിപ്പിക്കാൻ വേണ്ടി അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ഒരു വഞ്ചി വെച്ചുകൊണ്ട് ഭഗവാനെ വരുന്ന വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള കാഴ്ചയാണ് നമുക്ക് കേരളം ഒട്ടുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള വ്യത്യാസം. കാണാം, ഇന്ത്യൻ റെയിൽവേയുടെ പ്രോപ്പർട്ടിയിൽ ഇന്ത്യൻ റെയിൽവേയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അത്തരത്തിൽ ചൂഷണം ചെയ്യാൻ തയ്യാറല്ല, ചൂഷണം ചെയ്യുന്നില്ല. അതാണ് നമുക്കിവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ അയ്യപ്പൻ്റെ ചിത്രം വെച്ചിട്ടുണ്ട്, വിളക്ക് വെച്ചിട്ടുണ്ട്, ഭക്തി നിർഭരമായിട്ട് അവർക്ക് പോകേണ്ട അറിവും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വഞ്ചി വെച്ച് ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ആ കാഴ്ചയാണ് നമുക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാണാൻ കഴിയുന്നത്. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.